നമസ്കാരം, ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ക്ഷമാപണം നടത്തിയതിലൂടെ പ്രശസ്തനായ ജപ്പാന്റെ മുൻ പ്രധാനമന്ത്രി ടോമിച്ചി മുറയാമ അന്തരിച്ചു. യുഎസിലെ തെരുവുകൾ ട്രംപ് വിരുദ്ധരെ കൊണ്ട് നിറഞ്ഞു. ട്രംപിനെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് 2500-ലധികം റാലികളിലായി ലക്ഷക്കണക്കിന് ആളുകൾ. ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക ഷോ കാരണം കാലിഫോർണിയ ഹൈവേ അടച്ചിടേണ്ടി വന്നത് ട്രംപ് കാട്ടിയ അഹങ്കാരമെന്ന് കുറ്റപ്പെടുത്തി കാലിഫോർണിയ ഗവർണർ ഗവിൻ ന്യൂസം. വ്ളാഡിമിർ പുടിൻ റഷ്യ-US ചർച്ചകൾക്കായി ഹംഗറിയിൽ പ്രവേശിച്ചാൽ അദ്ദേഹം സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങുമെന്ന് തങ്ങൾ ഉറപ്പാക്കുമെന്ന് വ്യക്തമാക്കി ഹംഗറിയുടെ വിദേശകാര്യമന്ത്രി പീറ്റർ സിജാർട്ടോ. ബ്രിട്ടീഷ് സർക്കാരിന്റെ ID ഡിജിറ്റലൈസേഷൻ പദ്ധതിക്ക് തുടക്കമായി. മുൻ സൈനികർക്ക് ഡിജിറ്റൽ വൈറ്ററൻ കാർഡുകൾ നൽകിക്കൊണ്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നികുതി അടയ്ക്കാത്തവരുടെ പണം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈടാക്കാനുള്ള ഡയറക്ട് റിക്കവറി ഓഫ് ഡെബിറ്റ്സ് അധികാരം എത്രയും വേഗം വിനിയോഗിക്കാൻ തയ്യാറെടുത്ത് നികുതി ഓഫീസ്. ഭീകര പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ സഹായം ചെയ്യുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് അതിർത്തിയിൽ ഏറ്റുമുട്ടിയ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അടിയന്തര വെടിനിർത്തലിന് സമ്മതിച്ചതായി ഖത്തർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം അവസാനിച്ചപ്പോൾ രംഗത്തുള്ളത് 1250-ലേറെ സ്ഥാനാർത്ഥികൾ. അന്തിമ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലും ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയുമായി പാക് സൈനിക മേധാവി അസിം മുനീർ. വാർത്തകൾ വിശദമായി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ക്ഷമാപണം നടത്തിയതിലൂടെ പ്രശസ്തനായ ജപ്പാന്റെ മുൻ പ്രധാനമന്ത്രി ടോമിച്ചി മുറയാമ അന്തരിച്ചു. 101 വയസ്സ് പ്രായമുണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയതിന്റെ 50-ാം വാർഷികത്തിൽ 1995-ലാണ് ഏഷ്യയിൽ ജപ്പാൻ നടത്തിയ യുദ്ധക്രൂരതകളിൽ അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് മുറയാമ ക്ഷമാപണം നടത്തിയത്. അദ്ദേഹത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ ക്ഷമാപണത്തെ തുടർന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ 60-70 വാർഷികങ്ങൾ ആചരിച്ച സമയത്തെല്ലാം അക്കാലത്തുണ്ടായിരുന്ന ജാപ്പനീസ് പ്രധാനമന്ത്രിമാർ അഗാധമായ പശ്ചാത്താപം രേഖപ്പെടുത്തുകയോ ഹൃദയംഗമായ ക്ഷമാപണം പറയുകയോ ചെയ്തു. 1994-96 കാലത്താണ് മുറയാമ ജാപ്പനീസ് പ്രധാനമന്ത്രിയായിരുന്നത്. ജന്മനാടായ ഒയിറ്റ സിറ്റിയിലെ ആശുപത്രിയിലായിരുന്നു മുറയാമയുടെ അന്ത്യം. മുറയാമയുടെ പിൻഗാമിയായി കണക്കാക്കപ്പെടുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തലവനായ മിസുഹോ ഫുകുഷിയമയാണ് മരണവിവരം എക്സിൽ പങ്കുവച്ചത്. ശനിയാഴ്ച യുഎസിലെ തെരുവുകൾ ട്രംപ് വിരുദ്ധരെ കൊണ്ട് നിറഞ്ഞു. ട്രംപിനെതിരെ പ്രതിഷേധവുമായി 2500-ലധികം റാലികളിലായി ലക്ഷക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത്. ഇടതുപക്ഷ ചായ്വുള്ള ഗ്രൂപ്പുകളുടെ കൂട്ടായ്മയായ നോക്കിംഗ് സംഘടിപ്പിച്ച പരിപാടിക്കായി ടൈംസ് സ്ക്വയറിൽ ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞു. അമേരിക്കയ്ക്ക് പുറത്തും സമാനമായ ട്രംപ് വിരുദ്ധ റാലികൾ നടന്നു. പ്രതിഷേധിക്കുന്നവരെല്ലാം തീവ്ര ഇടതുപക്ഷ ആന്റിഫ പ്രസ്ഥാനവുമായി ബന്ധമുള്ളവരാണ് എന്നാണ് ട്രംപ് അനുയായികളുടെ ആരോപണം. ദി കിങ്, വാഷിംഗ്ടൺ കിങ്, കല്ലേ പിളർക്കുന്ന രാജശാസനകൾ, കൽപ്പനകൾ, എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ, കവല തോറും പെരുമ്പറ കൊട്ടി വായിക്കുന്ന കിങ്കരന്മാരായ സ്റ്റേറ്റ് സെക്രട്ടറിമാർ, രാജാവ് ചമഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ട്രംപിനെ ചക്രവർത്തിയാക്കാൻ തുനിഞ്ഞിറങ്ങിയവർ, ട്രംപിൻ്റെ വക വെട്ടൊന്ന് മുറി രണ്ട് ചപല തീരുമാനങ്ങൾ ഒന്നല്ല നിരവധി, പറയുന്നതൊക്കെ പലതവണ മാറ്റി പറയുന്ന അമേരിക്കൻ കാട്ടു രാജാവാണിത്. പിന്നെ തൻ്റെ ട്രൂത്ത് മാധ്യമം വഴി മന്ത്രവാദിയെപ്പോലെ കുറേ കോൺസ്പിറസി തിയറികളും. ഇതിനൊക്കെ വിവിധ നിരീക്ഷകർ കൽപ്പിച്ച് തിട്ടൂരം ചാർത്തി നൽകിയ പേര് ട്രംപിസം. ട്രംപ് സ്വയം ഒരു ഔപചാരിക സൈദ്ധാന്തികനല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും തത്വചിന്തയും വിവരിക്കാൻ മനസ്സുകൊണ്ടും മനസ്സ് മടുത്തുമൊക്കെ നിരീക്ഷകർ ഈ പദം പലതവണ ഉപയോഗിച്ചിട്ടുണ്ട്. അഭിനവ വാഷിംഗ്ടൺ രാജാവിൻ്റെ ഈ ചെയ്തികളെയൊക്കെ നമ്മുടെ നാട്ടിൽ വിളിക്കുന്നൊരു പേരുണ്ട്. മനോരോഗമല്ല, ചിത്തഭ്രമം. അതൊരു മാനസിക രോഗമല്ല കേട്ടോ. ആ ചിത്തഭ്രമം തീർക്കാൻ അമേരിക്ക ഇളകി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നോക്കിങ്സ് റാലി. 1 അല്ല, 10 അല്ല, 100 അല്ല. ശനിയാഴ്ച മാത്രം യുഎസിലെ തെരുവുകളിൽ ഇറങ്ങിയത് 2500-ലധികം റാലികൾ. ഇതൊക്കെ വരാനിരിക്കുന്ന വലുതൊരെണ്ണത്തിൻ്റെ തുടക്കം മാത്രമേ ആകുന്നുള്ളൂ. തക്കം പാർത്തിരിക്കുകയാണ് ഇലോൺ മസ്ക് മുതൽ ഇറാൻ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, സിറിയ, ഉത്തര കൊറിയ, ചൈന, വെനിസുല, ആഫ്രിക്കൻ സൈനിക രാജ്യങ്ങൾ, കൊളംബിയ, എന്തിനേറെ ട്രംപിൻ്റെ സ്വന്തം പാകിസ്ഥാൻ പോലും. ആ രാജാവൊന്ന് അടിപതറി കണ്ടുകിട്ടാൻ, തങ്ങൾക്ക് കിട്ടിയ തിരിച്ചടികൾക്ക് പ്രതികാരം ചെയ്യാൻ ഇവരെല്ലാം കാത്തിരിക്കുകയാണ്. ഐക്യനാടുകളുടെ ഫെഡറൽ സർക്കാരിനെ പോലും അടച്ചു പൂട്ടിച്ച് ഈ രാജാവ് കാട്ടുന്ന അഹങ്കാരത്തിന് കണക്ക് ചോദിക്കാൻ ഇപ്പോഴാ ആ നാടും നാട്ടുകാരും തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. ട്രംപിൻ്റെ ദുർഭരണത്തിന് കടിഞ്ഞാനിട്ട ഡെമോക്രാറ്റുകൾ കടുത്ത നിലപാടിൽ തന്നെയാണ്. റിപ്പബ്ലിക്കൻ സ്റ്റേറ്റുകൾ സൈന്യത്തെ ഇറക്കി പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ തുടങ്ങിയിരിക്കുന്നു. മണ്ടത്തരമെന്നല്ലാതെ മറ്റെന്ത് വിളിക്കാൻ? ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക ഷോ കാരണം കാലിഫോർണിയ ഹൈവേ അടച്ചിടേണ്ടി വന്നത് ട്രംപ് കാട്ടിയ അഹങ്കാരമെന്ന് കാലിഫോർണിയ ഗവർണർ ഗവിൻ ന്യൂസം കുറ്റപ്പെടുത്തി.
പൊതുസുരക്ഷയെ അവഗണിക്കുന്നതിലൂടെ പ്രസിഡന്റ് തന്റെ അഹങ്കാരത്തെ ഉത്തരവാദിത്തത്തിന് മുകളിൽ വയ്ക്കുന്നു. ഡെമോക്രാറ്റിക് ഗവർണർ ഒരു പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. US മറൈൻസിന്റെ 250-ാം വാർഷികം ആഘോഷിച്ച പരിപാടിയിൽ വടക്കു പടിഞ്ഞാറൻ സാൻ ഡീഗോ കൗണ്ടിയിലെ ഓഷ്യൻ സൈഡിലുള്ള റെഡ് ബീച്ചിൽ നടന്ന ഒരു ലൈവ് ഫയർ ആംഫിബിയൻസ് ശേഷി പ്രദർശനവും ഉൾപ്പെട്ടിരുന്നു. സുരക്ഷാ ആശങ്കകൾ കാരണം ശനിയാഴ്ച തിരക്കേറിയ ഇന്റർസ്റ്റേറ്റ് 55-ന്റെ ഒരു ഭാഗം അടച്ചിടാൻ സംസ്ഥാനം ഉദ്യോഗസ്ഥരെ നിർബന്ധിതരാക്കിയെന്ന് ഗാവിൻ ന്യൂസം വെളിപ്പെടുത്തി. തിരക്കേറിയ ഒരു ഹൈവേയിൽ പീരങ്കികൾ ഉപയോഗിച്ച് വെടിവയ്ക്കുന്നത് അപകടകരമാണ്. നിങ്ങൾ വിയോജിക്കുന്ന ആളുകളെ ഭയപ്പെടുത്താൻ നമ്മുടെ സൈന്യത്തെ ഉപയോഗിക്കുന്നത് ശക്തിയല്ല, അത് അശ്രദ്ധയാണ് എന്നും ഗവർണർ ഓർമ്മിപ്പിച്ചു. പീരങ്കി വെടിവയ്ക്കൽ ഒരു പതിവ് സംഭവമായ ക്യാമ്പ് പെൻഡിൽട്ടണിലെ അഭ്യാസത്തിൽ സുരക്ഷിതമല്ലാത്തതായി ഒന്നുമില്ല എന്നും സാൻ ഡീഗോയ്ക്കും ലോസ് ഏഞ്ചൽസിനും ഇടയിലുള്ള പസഫിക് തീരത്തെ പ്രധാന ഹൈവേ ആയ ഇന്റർസ്റ്റേറ്റ് 5-ലെ ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് അനാവശ്യമാണ് എന്നും US മറൈൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യ-US ചർച്ചകൾക്കായി ഹംഗറിയിൽ പ്രവേശിച്ചാൽ അദ്ദേഹം സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങുമെന്ന് തങ്ങൾ ഉറപ്പാക്കുമെന്ന് ഹംഗറിയുടെ വിദേശകാര്യ മന്ത്രി പീറ്റർ സിജാർട്ടോ പറഞ്ഞു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറണ്ട് നിലനിൽക്കുന്നതിനാൽ റഷ്യക്ക് പുറത്തേക്ക് യാത്ര ചെയ്താൽ പുടിൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കുമെന്ന പ്രചരണത്തിനിടെയാണ് ഹംഗറിയുടെ പ്രതികരണം. യുക്രൈനിൽ സമാധാനം സ്ഥാപിക്കാൻ സഹായിക്കുമെങ്കിൽ ബുഡാപെസ്റ്റ് കൂടിക്കാഴ്ചയെ സ്വാഗതം ചെയ്യുന്നതായി യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ട്രംപും പുടിനും ബുഡാപെസ്റ്റിലെത്തുന്നത്. യുദ്ധത്തിൽ റഷ്യ യുക്രൈനിൽ നിന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിൽ പ്രസിഡന്റിന് പങ്കുണ്ട് എന്ന് കുറ്റപ്പെടുത്തിയാണ് 2023 മാർച്ചിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുടിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. നെതർലാൻഡ്സിലെ ഹേഗ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റുകൾ നടപ്പിലാക്കാൻ അംഗരാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ട്രംപും പുടിനും 2 ആഴ്ചയ്ക്കുള്ളിൽ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ US പ്രസിഡന്റുമായും റഷ്യൻ പ്രസിഡന്റുമായും സംസാരിച്ചു. തയ്യാറെടുപ്പുകൾ പൂർണ്ണമായും മുന്നോട്ടു പോകുന്നു എന്ന് കൂട്ടിച്ചേർത്തു. ആരുമായും ഒരു തരത്തിലുള്ള കൂടിയാലോചനയുടെയും ആവശ്യമില്ല എന്നും തങ്ങൾ പരമാധികാര രാജ്യമെന്ന നിലയിൽ പുടിനെ ബഹുമാനത്തോടെ സ്വീകരിക്കുകയും ആതിഥേയത്വം വഹിക്കുകയും അമേരിക്കൻ പ്രസിഡന്റുമായി ചർച്ചകൾ നടത്താനുള്ള വ്യവസ്ഥകൾ നൽകുകയും ചെയ്യുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ധാക്ക അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കാർഗോ കോംപ്ലക്സിൽ വൻ തീപിടുത്തം സംഭവിച്ചതോടെ വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ സർവീസുകളും താൽക്കാലികമായി നിർത്തി. തീപിടുത്തത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. അഗ്നിശമന സേന തീ നിയന്ത്രണ വിധേയമാക്കി. 5 ദിവസത്തിനിടെ 3ാമത്തെ വലിയ തീപിടുത്തമാണ് ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 36 അഗ്നിശമന സേനാ യൂണിറ്റുകളാണ് ദൗത്യത്തിൽ പങ്കാളികളായത്. എയർഫോഴ്സിന്റെയും ഫയർ യൂണിറ്റുകളും തീകെടുത്താൻ രംഗത്തെത്തി. കനത്ത പുക കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലായിരുന്നു വിമാനത്താവളത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും. വ്യാഴാഴ്ചയുണ്ടായ തീപിടുത്തത്തിൽ ചിറ്റഗോങ് എയർപോർട്ട് പ്രോസസിംഗ് സോണിലെ 8 നില കെട്ടിടം അപ്പാടെ കത്തിപ്പോയിരുന്നു. ചൊവ്വാഴ്ച ധാക്കയിലെ കെമിക്കൽ വെയർഹൌസിലുണ്ടായ തീപിടുത്തത്തിൽ 16 തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 4 ലക്ഷത്തിലധികം ഹരിത ജോലികൾക്കായി ആളുകളെ പരിശീലിപ്പിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി വെളിപ്പെടുത്തി ഊർജ്ജ സെക്രട്ടറി എഡ് മിലിബാൻഡ്. പദ്ധതിയുടെ ഭാഗമായി പ്ലംബർമാർ, ഇലക്ട്രീഷ്യന്മാർ, വെൽഡർമാർ എന്നിവരുടെ ആവശ്യകത UK-യിൽ വളരെ കൂടുതലായിരിക്കുമെന്ന് എഡ് മിലിബാൻഡ് പറഞ്ഞു. 2030 ആകുമ്പോഴേക്കും ഹരിത വ്യവസായങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം ഇരട്ടിയാക്കാനുള്ള ഒരു പുതിയ പദ്ധതിയാണ് ഊർജ്ജ സെക്രട്ടറി വെളിപ്പെടുത്തിയത്. ഇതിനായി ഫോസിൽ ഇന്ധന ജോലിക്കാർ, സ്കൂൾ പഠനം പൂർത്തിയാക്കിയവർ, തൊഴിലില്ലാത്തവർ, വൈറ്ററന്മാർ, മുൻ കുറ്റവാളികൾ എന്നിവരെ പരിശീലിപ്പിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പൊതുഗ്രാന്റുകളും കരാറുകളും സ്വീകരിക്കുന്ന കമ്പനികൾ ശുദ്ധമായ ഊർജ്ജ മേഖലയിലുടനീളം നല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിൽ മേഖലകളിൽ ട്രേഡ് യൂണിയൻ അംഗീകാരവും കൂട്ടായ വിലപേശലും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത് സഹായിക്കും. ഒരു ഭാഗത്ത് UK-യെ പരിസ്ഥിതി സൗഹൃദമാക്കാനും ഒപ്പം അതിനായി ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിയവർക്ക് ഇരുട്ടടി നൽകാനും ബജറ്റ് നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ ചാൻസലർ റേച്ചൽ റീവ്സ്. ബജറ്റിൽ വരുമാനം കണ്ടെത്താൻ 1.3 ബില്യൺ EV വാഹന ഡ്രൈവർമാർ കനത്ത വില തന്നെ കൊടുക്കേണ്ടി വരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബജറ്റിൽ ക്ഷേമ പദ്ധതികൾക്കായി പണം കണ്ടെത്താനുള്ള പോംവഴിയായി ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കളും ഇലക്ട്രിക് വെഹിക്കിൾ ഡ്രൈവർമാരും തങ്ങളുടെ ഓഹരി നികുതിയായി അടയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ബജറ്റിൽ പ്രഖ്യാപനം ഉൾപ്പെടുത്തുമെന്നാണ് സൂചന. കാറിന്റെ ഭാരം നോക്കിയും ഓരോ മൈലിനും അനുസരിച്ച് നികുതി ചുമത്താനുമെല്ലാമുള്ള ആലോചനകൾ ട്രഷറി ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. നിലവിലെ 40 മില്യൺ റോഡ് ഉപഭോക്താക്കളിൽ 1.3 മില്യൺ ഡ്രൈവർമാരാണ് EV ഉപയോഗിക്കുന്നത്. ഇവർക്കാണ് പുതിയ സർചാർജിന്റെ ഭാരം ചുമക്കേണ്ടി വരിക. EV ഡ്രൈവർമാർ ഫ്യൂവൽ ഡ്യൂട്ടി അടയ്ക്കുന്നില്ല എന്നത് പരിഗണിച്ചാണ് സർചാർജിന് നീക്കം നടക്കുന്നത്. അതേസമയം ട്രാഫിക്കിലെ തിരക്കിനും റോഡുകളിൽ തേയ്മാനം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ഡ്രൈവർമാരും ഒരേപോലെ സംഭാവന ചെയ്യണമെന്ന നിലയിലാണ് ട്രഷറി ഈ ആലോചന നടത്തുന്നത്. ക്ഷേമ പദ്ധതികൾ തുടരുന്നതിനായി വിവിധ നികുതി ഇളവുകളിൽ വെട്ടിക്കുറവുകൾ ഉണ്ടാകാമെന്ന് UK ചാൻസലർ റേച്ചൽ റീവ്സ് പറഞ്ഞു.
വികലാംഗർക്ക് കാറുകൾ നൽകുന്ന ഒരു പദ്ധതിക്കായി 1 ബില്യൺ പൗണ്ട് വരെ നികുതി ഇളവുകൾ വെട്ടിക്കുറയ്ക്കുന്നത് പരിഗണിക്കുന്നതായി സൂചനയുണ്ട്. അടുത്ത മാസത്തെ ബജറ്റിൽ ക്ഷേമ പദ്ധതികളെ സ്പർശിക്കാതെ വിടാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ആനുകൂല്യ സംവിധാനത്തിലെ മാറ്റങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ ചാനൽ 4 ന്യൂസിനോട് പറഞ്ഞു. ബ്രിട്ടീഷ് സർക്കാരിന്റെ ID ഡിജിറ്റലൈസേഷൻ പദ്ധതിക്ക് തുടക്കമായി. മുൻ സൈനികർക്ക് ഡിജിറ്റൽ വെറ്ററൻ കാർഡുകൾ നൽകിക്കൊണ്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മറിച്ച് എല്ലാ തരത്തിലുമുള്ള ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകൾ 2027 അവസാനത്തോടെ ഫോണിൽ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ ഭാഗമാണിത്. പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, നാഷണൽ ഇൻഷുറൻസ് കാർഡ് തുടങ്ങി നിരവധി രേഖകൾ ഇതുവഴി ഫോണിൽ ലഭ്യമാകും. ടവർ ഓഫ് ലണ്ടനിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ചാണ് മുൻ സൈനികർ കാർഡുകൾ സ്വീകരിച്ചത്. ആപ്പിൾ അല്ലെങ്കിൽ ഗൂഗിൾ മാതൃകയിലുള്ള വാലറ്റ് ആപ്പിൽ എല്ലാ സർക്കാർ രേഖകളും ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അന്തിമ ലക്ഷ്യം. 2027 അവസാനത്തോടെ ഈ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫോണുകളിൽ പേയ്മെന്റ് കാർഡുകൾ സൂക്ഷിക്കുന്ന സുരക്ഷിതമായ സാങ്കേതിക വിദ്യ തന്നെയാണ് ഇതിനായി സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡാറ്റ ചോർച്ച പോലുള്ള കാര്യങ്ങളെ കുറിച്ച് ആശങ്ക വേണ്ട എന്ന് സർക്കാർ ഉറപ്പു പറയുന്നു. നികുതി അടയ്ക്കാത്തവരുടെ പണം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈടാക്കാനുള്ള ഡയറക്ട് റിക്കവറി ഓഫ് ഡെബിറ്റ്സ് അധികാരം എത്രയും വേഗം വിനിയോഗിക്കാൻ നികുതി ഓഫീസ് തയ്യാറെടുക്കുന്നു. നികുതി അടയ്ക്കാത്തവരുടെ നികുതിയും പിഴയും എല്ലാ ബാങ്കുകളും ബിൽഡിംഗ് സൊസൈറ്റികളും ആവശ്യപ്പെട്ടാൽ ആ വ്യക്തിയുടെ ബാങ്കിൽ നിന്ന് നൽകുന്ന സംവിധാനം ഇടയ്ക്ക് നിർത്തിവെച്ചിരുന്നതാണ്. നികുതി കുടിശ്ശിക വരുത്തുന്നത് ഒഴിവാക്കാനായി ഈ സംവിധാനം പുനരാരംഭിക്കുവാനാണ് തീരുമാനം. നികുതി നൽകാൻ ശേഷിയുള്ള എന്നാൽ മനഃപൂർവ്വം അത് നൽകാതിരിക്കുന്ന എല്ലാ വിഭാഗം ആളുകൾക്കാണ് പുതിയ രീതി തിരിച്ചടിയാവുക. 2023-24 കാലഘട്ടത്തിൽ UK-യിലൊട്ടാകെ ഏകദേശം 46.8 ബില്യൺ പൗണ്ടോളം വരുന്ന 5.3% നികുതി കുടിശ്ശികയുണ്ട് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഈ വർഷം തന്നെ കുടിശ്ശിക പിരിച്ച് 7.5 ബില്യൺ പൗണ്ട് നേടാൻ കഴിയുമെന്നാണ് ലേബർ സർക്കാർ പ്രതീക്ഷിക്കുന്നത്. നികുതി കുടിശ്ശിക വരുന്നവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവും. ഒപ്പം കൂടുതൽ ജീവനക്കാരെ നിയമിച്ച് നികുതി പണം തിരിച്ചെടുക്കുവാനും സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. നികുതി നൽകാൻ കഴിയുമെങ്കിലും അത് നൽകാതിരിക്കുന്ന ചെറിയൊരു ന്യൂനപക്ഷം വ്യാപാര സ്ഥാപനങ്ങളെയും വ്യക്തികളെയും മാത്രമേ ഇത് ബാധിക്കുള്ളൂ എന്ന് നികുതി അധികൃതർ വ്യക്തമാക്കുന്നു. വിദേശ കുടിയേറ്റം കുറയ്ക്കാൻ UK കൊണ്ടുവരുന്നത് കർശന നയങ്ങൾ. 2026 ജനുവരി 8 പുതിയ കുടിയേറ്റ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ പോസ്റ്റ് സ്റ്റഡി വിസയുടെ കാലാവധി 1.5 വർഷമായി കുറയ്ക്കും. ഇമിഗ്രേഷൻ സ്കിൽ ചാർജ് വർദ്ധിപ്പിക്കുന്നതും കുടിയേറ്റം ലക്ഷ്യമിടുന്നവർക്ക് കനത്ത തിരിച്ചടിയാണ്. ഇംഗ്ലീഷ് ഭാഷാ യോഗ്യത നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് പോസ്റ്റ് സ്റ്റഡി വിസയുടെ കാലാവധി കുറയ്ക്കുന്നത്. വിദേശ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യുന്ന തൊഴിലുടമകൾ നൽകേണ്ട ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് 32% വർദ്ധിച്ചു. വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയാക്കിയ ശേഷം ബിരുദതലത്തിലുള്ള ജോലി കണ്ടെത്താനുള്ള പോസ്റ്റ് സ്റ്റഡി വിസ നിലവിൽ 2 വർഷമാണ്. നിയമപരമായ മാർഗങ്ങളിലൂടെ അപേക്ഷിക്കുന്ന കുടിയേറ്റക്കാർ ഇനി മുതൽ A ലെവലിന് തുല്യമായ ഇംഗ്ലീഷ് നിലവാരം തെളിയിക്കണം. ഇതിനായി ഹോം ഓഫീസിന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷ ഉയർന്ന നിലയിൽ പാസ്സാകണം. വിസ അപേക്ഷാ പ്രക്രിയയുടെ ഭാഗമായി ഇതിന്റെ ഫലങ്ങൾ പരിശോധിക്കും. വിദേശ വിദ്യാർത്ഥികൾക്ക് സ്വന്തം ചെലവുകൾ വഹിക്കാൻ അക്കൗണ്ടിൽ മതിയായ പണമുണ്ട് എന്ന് തെളിയിക്കേണ്ടി വരും. ഹൈ പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ വിസയുടെ വിപുലീകരണവും പ്രധാനമാണ്. പ്രതിവർഷം 8000 അപേക്ഷകർ വരെയായിരിക്കും ഇതിന്റെ പരിധി. ഭീകര പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ സഹായം ചെയ്യുമെന്ന ആരോപണത്തെ തുടർന്ന് അതിർത്തിയിൽ ഏറ്റുമുട്ടിയ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അടിയന്തര വെടിനിർത്തലിന് സമ്മതിച്ചതായി ഖത്തർ അറിയിച്ചു. നേരത്തെ സമാനമായി 48 മണിക്കൂർ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയിരുന്നെങ്കിലും അത് ലംഘിച്ച് പാകിസ്ഥാൻ കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തിയത് വീണ്ടും സംഘർഷം വർദ്ധിപ്പിച്ചിരുന്നു. ആക്രമണത്തിൽ 10 അഫ്ഗാൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് തങ്ങൾ തിരിച്ചടിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 48 മണിക്കൂർ വെടിനിർത്തൽ ലംഘിച്ചത് പാകിസ്ഥാനാണ് എന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ നടത്തിയത്. ഞായറാഴ്ച നടന്ന ചർച്ചയ്ക്കിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉടനടി വെടിനിർത്തലിനും ഇരുകൂട്ടർക്കുമിടയിൽ ശാശ്വതമായ സമാധാനവും സ്ഥിരതയും ഏകീകരിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനും ഇരുപക്ഷവും സമ്മതിച്ചു. നേരത്തെ പ്രശ്നത്തിൽ ഇടപെടാനും പരിഹാരം കാണാനും സൗദി അറേബ്യയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സന്നദ്ധത അറിയിച്ചിരുന്നു. പാകിസ്ഥാനും ഖത്തറും തമ്മിലുള്ള യുദ്ധം താൻ ഇടപെട്ടാൽ തീരാവുന്നതേ ഉള്ളൂ എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷേ ഇടപെട്ട് വെടിനിർത്തൽ സാധ്യമാക്കിയത് ഖത്തറിന്റെയും സൗദിയുടെയും ഇടപെടലിലായിരുന്നു. എന്നിട്ടും വീരവാദം മുഴക്കുന്നത് തുടരുകയാണ് ഡൊണാൾഡ് ട്രംപ്. എഴുന്നേറ്റ് നേരെ ചൊവ്വേ നടക്കാൻ വയ്യ, നിരങ്ങിയാണ് സർക്കസ് മൊത്തം. പക്ഷെ ഡൊണാൾഡ് ട്രംപിന്റെ നാവിന്റെ നീളത്തിൽ ഒരു കുറവുമില്ല. ദൈവം സഹായിച്ചു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷമോ അങ്ങനെ സംഘർഷമുണ്ടോ എങ്കിൽ താനത് എന്നേ തീർത്തേനെ, താൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെയാണ് ട്രംപ് തള്ളി വിടുന്നത്. തള്ളുമ്പോൾ കൂടെ ഉന്തി കൊടുക്കാൻ കുറെ സെക്രട്ടറി കിങ്കരന്മാരൊപ്പമുള്ളതിനാൽ ആ വണ്ടി അല്പമെങ്കിലും നീങ്ങിപ്പോവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതേ സെക്രട്ടറി കിങ്കരന്മാർ ആ വണ്ടി തിരിച്ചു തള്ളുമ്പോൾ ട്രംപ് അവിടെ നിന്നുപോകും. തന്റെ ഭരണകാലത്ത് നിരവധി ലോകയുദ്ധങ്ങൾ നടന്നിരുന്നു. അതൊക്കെ താൻ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് ട്രംപിന്റെ വാദം. അതിനിടയ്ക്ക് പറയുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും നിർത്തിയത്
താനാണെന്ന്. വെറുതെ ഒരു തള്ളാണെങ്കിലും കേൾക്കാത്തവർ കേൾക്കുമ്പോൾ അവർ ചിലപ്പോൾ മൂക്കത്തെ വിരമിച്ചു പോകും. അഫ്ഗാനിസ്ഥാനുമായും ഇന്ത്യയുമായും യുദ്ധത്തിന് തയ്യാറാണെന്ന പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രഖ്യാപനത്തിന്റെ തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായുള്ള യുദ്ധം നിർത്താൻ ഖത്തറിന്റെ സഹായം തേടുകയായിരുന്നു. ഇന്ത്യയാണ് അഫ്ഗാനിസ്ഥാനിൽ കൊണ്ട് പാകിസ്ഥാനെ ആക്രമിപ്പിക്കുന്നതെന്ന് ഒരടിസ്ഥാനവുമില്ലാതെ വിളിച്ചു പറഞ്ഞ മന്ത്രി ഖ്വാജ ആസിഫിന് വേണമെങ്കിൽ ചുട്ട മറുപടി ഉടൻ തന്നെ തരാമെന്ന നിലപാടാണ് ഇന്ത്യക്ക്. ഇതൊരു കൊടും ദ്രോഹമാണ് ഇവനൊക്കെ ഈ അതിർത്തികളിൽ ചെയ്തു കൂട്ടുന്നത്. ഇന്ത്യയോട് ചെയ്തു കാട്ടിയതൊക്കെ ഇന്ത്യക്ക് വ്യക്തമായി അറിയാം. ഇപ്പോഴും തൊട്ടടുത്ത അഫ്ഗാൻ അതിർത്തിയിലും പാകിസ്ഥാൻ വക കൊടും ക്രൂരത. അഫ്ഗാനിസ്ഥാനിലെ യുദ്ധപോരാളികളൊന്നുമല്ല, ക്രിക്കറ്റ് പോരാളികളെയാണ് ഉമർ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ ശ്രമിച്ചത്. 3 പേർ മരണമടയുകയും ചെയ്തു. കൊന്നും കത്തിച്ചും പക തീരാത്ത ഈ പാകിസ്ഥാനിൽ കാണുമ്പോൾ അറിയാതെ മനം നൊന്ത് ശപിച്ചു പോകും. പക്ഷെ നിരപരാധിയായ പാക് ജനതയ്ക്ക് പോലും ശാപമേൽക്കുന്ന കുരുട്ട് പ്രവൃത്തികളാണ് ഇവന്മാരൊക്കെ ചേർന്ന് ചെയ്തു കൂട്ടുന്നത്. ഇപ്പോഴിതാ പാക് സർക്കാരിലെ ഓരോരോ മന്ത്രിമാരും ഊഴം വെച്ചിറങ്ങി വന്ന് വെടിവെച്ചുറ എന്ന് ഇന്ത്യയോട് ആക്രോശിക്കുകയാണ്. വാടാ ഇന്ത്യൻ സൈന്യമേ, വന്ന് കാണിച്ചു തരാം എന്ന് പറയുകയല്ല, വന്ന് തരാനുള്ളത് തന്നിട്ട് പോയെന്ന് നിലവിളിക്കുകയാണ്. ഇതൊരു ഗതികേടാണ്. ഒരു ഭാഗത്ത് മനസ്സ് നിറം ഭീതിയാണ് അവർക്ക്, മറുഭാഗത്ത് ഇത് പുറത്തു കാണിക്കാതിരിക്കാൻ വായി തോന്നുന്നത് വിളിച്ചു പറയും. എല്ലാത്തിനും പിന്നിൽ ഇന്ത്യയാണെന്ന് പറയും. ഇന്ത്യക്കും ന്യൂഡൽഹിക്കും നരേന്ദ്രമോദിക്കൊക്കെ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് രാജ്യത്തിനകത്ത് തന്നെ. അപ്പോഴാണ് ഇവന്മാരുടെ അപ്പുറത്തെ അഫ്ഗാൻ അതിർത്തിയിലെ ചില തർക്കങ്ങൾ. അഫ്ഗാനിലെ പാവങ്ങളെ വ്യോമാക്രമണത്തിൽ കൊന്നു തള്ളിയിട്ട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വീണ്ടും ആവർത്തിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ സംഘർഷത്തിന് പിന്നിൽ ഇന്ത്യയാണ്. IOC UK തെരുവ് ശുചീകരണത്തിൽ പങ്കെടുത്ത വോളണ്ടിയർമാർക്ക് ബോൾട്ടൺ കൗൺസിലിന്റെ അഭിനന്ദനം. ഗാന്ധി ജയന്തി ദിനത്തിൽ ബോൾട്ടൺ ചിൽഡ്രൻസ് പാർക്കിൽ IOC UK കേരള ചാപ്റ്റർ മിഡ്ലാൻഡ്സ് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തെരുവ് ശുചീകരണത്തിൽ പങ്കാളികളായ 22 വോളണ്ടിയർമാർക്ക് ബോൾട്ടൺ കൗൺസിലിന്റെ അഭിനന്ദനം. ബോൾട്ടണിൽ തെരുവ് ശുചീകരണവുമായി ബന്ധപ്പെട്ട് കൗൺസിലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ലവ് ബോൾട്ടൺ ഹെയർ ലീറ്റർ സംവിധാനത്തിന്റെ മേൽനോട്ടവും ചുമതലയും വഹിക്കുന്ന വോളണ്ടിയർ കോർഡിനേറ്റർ ഗാരത് പൈക്കാണ് സേവാ ദിനത്തിൽ ഭാഗമായ IOC വോളണ്ടിയർമാരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കത്ത് കൈമാറിയത്. IOCയുടെ വനിതാ യുവജന പ്രവർത്തകരടക്കം 22 സേവാ വോളണ്ടിയർമാരാണ് ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തത്. ഒക്ടോബർ 2 സംഘടിപ്പിച്ച തെരുവ് ശുചീകരണം UK തദ്ദേശീയരുടെയും മാധ്യമ പ്രവർത്തകരുടെയും പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. ബോൾട്ടൺ സൗത്ത് ആൻഡ് വാഗ്ഡൺ MP യാസ്മിൻ ഖുറേഷിയാണ് സേവന ദിനത്തിന്റെയും അതിനോടനുബന്ധിച്ചു സംഘടിപ്പിച്ച സർവോദയ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെയും ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടായ എക്സിൽ സേവന ദിനത്തിന്റെ ഫോട്ടോയും യാസ്മിൻ ഖുറേഷി പങ്കുവച്ചിരുന്നു. വോളണ്ടിയർമാരെ ആദരിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും MP നിർവഹിച്ചു. IOC UK കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ്, കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി റോമി കുര്യാക്കോസ് എന്നിവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സേവന ദിനത്തിൽ ജിപ്സൺ ഫിലിപ്പ് ജോർജ്, അരുൺ ഫിലിപ്പോസ്, ഫിലിപ്പ് കൊച്ചിട്ടി, റീന ട്രോമി, രഞ്ജിത് കുമാർ KV, ജേക്കബ് വർഗീസ്, ഫ്രബിൻ ഫ്രാൻസിസ്, ബേബി ലൂക്കോസ്, സോജൻ ജോസ്, റോബിൻ ലൂയിസ്, അമൽ മാത്യു, ചിന്നു KJ, പ്രണാദ് PP, ജോയേഷ് ആന്റണി, ജസ്റ്റിൻ ജേക്കബ്, ബിന്ദു ഫിലിപ്പ്, അനഘ ജോസ്, ലൗലി PD, സ്കാനിയ റോബിൻ, സോബി കുരുവിള എന്നിവരാണ് വോളണ്ടിയർമാർ. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.1 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.97 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 102.5 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 62.74 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509 or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം അവസാനിച്ചപ്പോൾ രംഗത്തുള്ളത് 1250-ലേറെ സ്ഥാനാർത്ഥികൾ. അന്തിമ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. പത്രികയുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. 2 ഘട്ടമായി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ 121 മണ്ഡലങ്ങളിലാണ് നവംബർ 6 ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. സീറ്റ് വിഭജനം നേരത്തെ പൂർത്തിയാക്കിയ ഭരണപക്ഷമായ NDA സഖ്യം തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടിയപ്പോൾ പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിൽ ഇനിയും അന്തിമ ധാരണയായിട്ടില്ല. ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് പങ്കുവയ്ക്കൽ സംബന്ധിച്ച് പല കക്ഷികൾക്കിടയിലും അതൃപ്തിയുണ്ട്. അതിനിടെ സഖ്യത്തിനൊപ്പം ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞ ജാർഖണ്ഡ് മുക്തി മോർച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചു. ജയസാധ്യതയുള്ള 6 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നാണ് പ്രഖ്യാപനം.
JMM ആവശ്യപ്പെട്ട 12 സീറ്റുകൾ ലഭിക്കാത്തതിനെ തുടർന്നാണ് തനിച്ചു മത്സരിക്കാനുള്ള തീരുമാനമെന്നാണ് വിവരം. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലും ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയുമായി പാക് സൈനിക മേധാവി അസീം മുനീർ. സംഘർഷമുണ്ടായാൽ ഇന്ത്യൻ സൈന്യത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് അസീം മുനീർ ആവർത്തിച്ചു. ഖൈബർ പഖ്തൂൺഖയിലെ പാകിസ്ഥാൻ മിലിറ്ററി അക്കാദമിയിലെ ബിരുദാനന്തര ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അസീം മുനീർ. ആണവായുധമുള്ള സാഹചര്യത്തിൽ യുദ്ധത്തിന് ഇടമില്ല എന്ന് ഇന്ത്യൻ സൈനിക നേതൃത്വത്തിന് ഉപദേശവും താക്കീതും നൽകുന്നതായി അസീം മുനീർ പറഞ്ഞു. സംഘർഷമുണ്ടായാൽ ഊഹിക്കാവുന്നതിലും അപ്പുറമുള്ള സൈനികവും സാമ്പത്തികവുമായ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. ടിക്കറ്റ് ചോർ പാർട്ടി ചോർ ബാനറുമായി ബീഹാർ കോൺഗ്രസിൽ ആഭ്യന്തര കലാപം. നിയമസഭാ ടിക്കറ്റ് നിഷേധിക്കപ്പെട്ട സിറ്റിംഗ് MLA-മാരുടെ നേതൃത്വത്തിലാണ് വിമത നീക്കം. വിമതർക്കൊപ്പം ചേർന്ന കോൺഗ്രസ് വക്താവ് ആനന്ദ് മാധവ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. പണം വാങ്ങി പാർട്ടി ടിക്കറ്റ് കച്ചവടം നടത്തിയെന്ന ആരോപണവുമായി സിറ്റിംഗ് MLA-മാരായ ഛത്രപതി യാദവ്, അഫാഖ് ആലം തുടങ്ങിയവരാണ് രംഗത്തെത്തിയത്. സ്ഥാനാർത്ഥി നിർണയ ചുമതലയുള്ള മൂവർ സംഘം ടിക്കറ്റ് കച്ചവടം നടത്തിയെന്നാണ് ആരോപണം. സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം, നിയമസഭാ കക്ഷി നേതാവ് ഷക്കീൽ അഹമ്മദ് ഖാൻ, സംസ്ഥാന ചുമതലയുള്ള കൃഷ്ണ അല്ലാവാരു എന്നിവർക്കെതിരെയാണ് പരാതി. സ്ഥാനാർത്ഥി നിർണയത്തിലെ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് വിമത നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് അഭ്യർത്ഥിച്ചു. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ പൂനെയിലെ 70-കാരനായ വ്യാപാരിക്ക് നഷ്ടമായത് 1.44 കോടി രൂപ. NIA മേധാവിയാണെന്നും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഉദ്യോഗസ്ഥനാണെന്നും പരിചയപ്പെടുത്തി വാട്സാപ്പിൽ വിളിച്ചാണ് പണം തട്ടിയെടുത്തത്. സംഭവത്തിൽ വ്യാപാരി പൂനെ സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സെപ്റ്റംബർ 23-ന് വൈകിട്ട് മുംബൈയിലെ പോലീസ് ഇൻസ്പെക്ടർ എന്ന് പരിചയപ്പെടുത്തിയാണ് വാട്സാപ്പിൽ ആദ്യ വിളിയെത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. ലക്നൌവിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഒരു ഭീകരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇയാൾ ഉപയോഗിച്ച ബാങ്ക് അക്കൗണ്ടുകൾ പരാതിക്കാരന്റെ പേരിൽ ഉള്ളതാണ് എന്നുമാണ് പോലീസുകാരനെന്ന വ്യാജേന വിളിച്ചയാൾ പറഞ്ഞത്. ഭീകരരിൽ നിന്ന് കമ്മീഷൻ വാങ്ങി ബാങ്ക് അക്കൗണ്ട് വാടകയ്ക്ക് നൽകിയെന്നാണെന്നും ഇയാൾ ആരോപിച്ചു. ഇതിനു പിന്നാലെ ലക്നൌവിലെ ATS ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന മറ്റൊരാളും പരാതിക്കാരനെ വിളിച്ചു. തുടർന്ന് പോലീസ് വേഷത്തിൽ അടുത്ത തട്ടിപ്പുകാരനും വീഡിയോ കോളിൽ രംഗപ്രവേശനം ചെയ്തു. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുമായി ഈ കേസിന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാണ് ഇയാൾ പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തിയത്. മൊഴിയെടുക്കാനായി NIA മേധാവി ബന്ധപ്പെടുമെന്നും അറിയിച്ചു. ഇതിനു പിന്നാലെയാണ് NIA മേധാവി എന്ന വ്യാജേന തട്ടിപ്പു സംഘത്തിലെ അടുത്തയാൾ പരാതിക്കാരനെ വീഡിയോ കോളിൽ വിളിച്ചത്. തുടർന്ന് ബാങ്ക് അക്കൗണ്ടുകളും ഇടപാടുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ദിവസം മുഴുവൻ വീഡിയോ കോളിൽ തുടരണമെന്നും ആവശ്യപ്പെട്ടു. പിന്നീടുള്ള ഓരോ 2 മണിക്കൂറിലും വീഡിയോ കോളിൽ റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശിച്ചു. ഇതിനിടെ ബാങ്ക് അക്കൗണ്ടുകളിലെ പണം തട്ടിപ്പുകാർ നൽകിയ അക്കൗണ്ടുകളിലേക്ക് മാറ്റാനും നിർദ്ദേശിച്ചു. ഇതനുസരിച്ച് സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 7 വരെയുള്ള കാലയളവിലാണ് പരാതിക്കാരൻ 1.44 കോടി രൂപ വിവിധ അക്കൗണ്ടുകളിലേക്ക് അയച്ചു നൽകിയത്. ഒക്ടോബർ 8-ന് തട്ടിപ്പു സംഘം 3 ലക്ഷം രൂപ കൂടി മറ്റൊരു അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു. ഇതോടെയാണ് പരാതിക്കാരന് സംശയം തോന്നിയത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇനി കേരള ന്യൂസ്. CPM-ന്റെ അനുനയ നീക്കത്തിന് വഴങ്ങാതെ മുൻ മന്ത്രി G. സുധാകരൻ. കുട്ടനാട്ടിലെ പാർട്ടി പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കില്ല. കുട്ടനാട്ടിൽ നമ്മുടെ ആവശ്യമില്ല, അവർ നടത്തിക്കോളും, അവിടെ ആളുണ്ട് എന്നാണ് G. സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പാർട്ടി ജില്ലാ സെക്രട്ടറി നേരിട്ടെത്തി ക്ഷണിച്ച പരിപാടിയിൽ നിന്നാണ് G. സുധാകരൻ വിട്ടുനിൽക്കുന്നത്. നോട്ടീസ് പോലും നൽകാതെ വെറുതെ ക്ഷണിച്ചതാണെന്നാണ് സുധാകരന്റെ വിലയിരുത്തൽ. മന്ത്രി സജി ചെറിയാനെ സുധാകരൻ രൂക്ഷമായി വിമർശിച്ചതോടെയാണ് പാർട്ടി അനുനയ നീക്കം നടത്തിയത്. CPM ജില്ലാ സെക്രട്ടറി R. നാസറും കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. സത്യപാലനും സുധാകരന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ ഇന്ന് കുട്ടനാട്ടിൽ നടക്കുന്ന VS സ്മാരക കേരള പുരസ്കാര സമർപ്പണ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. പരിപാടിയിൽ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ അനുനയത്തിനില്ല എന്ന സൂചനയാണ് സുധാകരൻ നൽകുന്നത്. ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി ടെക്നോ പാർക്ക് ജീവനക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയെ തമിഴ്നാട്ടിൽ നിന്ന് സാഹസികമായി പിടികൂടി. തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവറെയാണ് മധുരയിൽ നിന്ന് പിടികൂടിയത്. പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ഉറങ്ങുന്ന സമയത്ത് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. പെൺകുട്ടി ബഹളം വെച്ചപ്പോൾ പ്രതി ഓടി രക്ഷപ്പെട്ടു. പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു. പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം കഴക്കൂട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയായിരുന്നു. ഇടുക്കി ജില്ലയിൽ രാത്രിയിൽ പെയ്തത് കനത്ത മഴ. റോഡിലേക്ക് വീണ മൺകൂനയിൽ സ്കൂട്ടർ ഇടിച്ച് ഒരാൾ മരിച്ചു. വെള്ളാരംകുന്ന് പാറപ്പള്ളി വീട്ടിൽ PM തോമസ് ആണ് മരിച്ചത്. മത്തൻകട ഭാഗത്ത് രാത്രിയിലായിരുന്നു അപകടം. കടയടച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം നടന്നത്. കനത്ത മഴയിൽ റോഡിൽ മണ്ണും കല്ലും കിടക്കുന്നത് കാണാതെ സ്കൂട്ടർ ഇടിച്ചു കയറുകയായിരുന്നു. കുമളിയിലും പരിസര പ്രദേശങ്ങളിലും വീടുകളിൽ വെള്ളം കയറി. മൂന്നാർ കുമളി റോഡിൽ പുറ്റടിക്കു സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. നെടുങ്കണ്ടം താന്നിമൂട്, കല്ലാർ, കൂട്ടാർ, മുണ്ടിയെരുമ, തൂവൽ എന്നിവിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. കൂട്ടാർ, നെടുങ്കണ്ടം, തൂവൽ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം. കൂട്ടാറിൽ നിർത്തിയിട്ടിരുന്ന വാൻ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. ശക്തമായ മഴയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 24 മണിക്കൂറിനുള്ളിൽ ഉയർന്നത് 5.75 അടിയാണ്.
അണക്കെട്ടിൽ നിലവിൽ 138.9 അടി വെള്ളമുണ്ട്. 1400 ഘനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുമ്പോൾ 8705 ഘനയടി വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ക്ഷമാപണം നടത്തിയതിലൂടെ പ്രശസ്തനായ ജപ്പാന്റെ മുൻ പ്രധാനമന്ത്രി ടോമിച്ചി മുറയാമ അന്തരിച്ചു. യുഎസിലെ തെരുവുകൾ ട്രംപ് വിരുദ്ധരെ കൊണ്ട് നിറഞ്ഞു. ട്രംപിനെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് 2500-ലധികം റാലികളിലായി ലക്ഷക്കണക്കിന് ആളുകൾ. ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക ഷോ കാരണം കാലിഫോർണിയ ഹൈവേ അടച്ചിടേണ്ടി വന്നത് ട്രംപ് കാട്ടിയ അഹങ്കാരമെന്ന് കുറ്റപ്പെടുത്തി കാലിഫോർണിയ ഗവർണർ ഗവിൻ ന്യൂസം. വ്ളാഡിമിർ പുടിൻ റഷ്യ-US ചർച്ചകൾക്കായി ഹംഗറിയിൽ പ്രവേശിച്ചാൽ അദ്ദേഹം സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങുമെന്ന് തങ്ങൾ ഉറപ്പാക്കുമെന്ന് വ്യക്തമാക്കി ഹംഗറിയുടെ വിദേശകാര്യമന്ത്രി പീറ്റർ സിജാർട്ടോ. ബ്രിട്ടീഷ് സർക്കാരിന്റെ ID ഡിജിറ്റലൈസേഷൻ പദ്ധതിക്ക് തുടക്കമായി. മുൻ സൈനികർക്ക് ഡിജിറ്റൽ വൈറ്ററൻ കാർഡുകൾ നൽകിക്കൊണ്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നികുതി അടയ്ക്കാത്തവരുടെ പണം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈടാക്കാനുള്ള ഡയറക്ട് റിക്കവറി ഓഫ് ഡെബിറ്റ്സ് അധികാരം എത്രയും വേഗം വിനിയോഗിക്കാൻ തയ്യാറെടുത്ത് നികുതി ഓഫീസ്. ഭീകര പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ സഹായം ചെയ്യുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് അതിർത്തിയിൽ ഏറ്റുമുട്ടിയ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അടിയന്തര വെടിനിർത്തലിന് സമ്മതിച്ചതായി ഖത്തർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം അവസാനിച്ചപ്പോൾ രംഗത്തുള്ളത് 1250-ലേറെ സ്ഥാനാർത്ഥികൾ. അന്തിമ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലും ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയുമായി പാക് സൈനിക മേധാവി അസീം മുനീർ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.